നമ്മൾ ഇന്നൊരു ഇലയടയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. മാവ് വാട്ടി കുഴയ്ക്കൊന്നും ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് നല്ല രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടയിൽ വെക്കാനുള്ള ഫില്ലിങ്സ് ഒന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് നാളികേരം വിളയിച്ചെടുക്കണമൊന്നുമില്ല. ഒരു മുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള നാളികേരത്തിൻ്റെ ഒരു പകുതി കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് അവലും കൂടി എടുത്തിട്ടുണ്ട്. അവൽ ഓപ്ഷനാണ്, നിങ്ങൾക്ക് നാളികേരം കൂടുതൽ എടുത്താൽ മതിയെങ്കിൽ നാളികേരം എടുത്താലും മതി, അവലില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ 1 കപ്പ് അവലെടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്, മുഴുവനൊന്നും ഇട്ടിട്ടില്ല. ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രമാണ് മധുരം ചേർത്തിട്ടുള്ളത്. അപ്പം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതല്ലെങ്കിൽ കരിപ്പെട്ടി ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. കൈ വെച്ചിട്ട് നല്ല ഞെരടി ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ അവൽ ആ നാളികേരത്തിൻ്റെ ഒരു ഈർപ്പത്തിലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആ ഒരു അവൽ നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം ശർക്കരയിൽ വിളയിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കൊഴുക്കട്ടയുടെ ഉള്ളിലൊക്കെ വയ്ക്കില്ല, ആ ഒരു രീതിയിൽ ശർക്കര വിളയിച്ചെടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് ഈസി ആയിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് നാളികേരവും അവലും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും നെയ്ക്കിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൂട്ട്, ഇതൊന്ന് നീക്കി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, റോസ്റ്റഡ് ആണ്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കലക്കിയെടുക്കാം. സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കലക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് വേണ്ടത്, തീരെ ലൂസായിട്ടൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പിന്നീട് 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, മുഴുവനും ഒഴിക്കുന്നില്ല, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു പരുവാണ് വേണ്ടത് കേട്ടോ. അത് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇലയിൽ ഒഴിക്കാൻ നേരത്തെ അതങ്ങ് പരന്നു പോവില്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെള്ളം എടുത്തപ്പോഴും ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഇത്രത്തോളം വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ മൊത്തം വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ആദ്യം ഒഴിച്ചു, പിന്നെ ഒരു 1/4 കപ്പും കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ചെറിയ രീതിയിൽ 1-2 സ്പൂണൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഈ ഒരു മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ സമയം ഉണ്ടെങ്കിൽ വെക്കുക, അതല്ലെങ്കിൽ അപ്പം തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇളക്കി എടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. വാഴയില കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ മാവ് ഒഴിക്കുമ്പോൾ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴുകി ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിന് മുകളിൽ കുറച്ച് ഓയിലൊക്കെ തടവി എടുത്തിട്ടുണ്ട്. ഇല എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം അതങ്ങനെ മടക്കാൻ നേരത്തെ ഒടിഞ്ഞു പോകുന്നില്ല. അപ്പം നമ്മുടെ മാവ് ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇല വാട്ടിയിട്ടുള്ളതാണ് കേട്ടോ. വാട്ടി കുറച്ച് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഇതിലേക്ക് കോരി ഒഴിക്കുക. നമ്മുടെ ഈ ഒരു ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ ഇതിൻ്റെ ഒരു അളവ് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ആദ്യം ഒരു തവി ഒന്ന് ഒഴിച്ചു, പിന്നെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കനം കുറച്ച് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ 9 ഇലയടയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണമൊക്കെ എന്തായാലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന ഇലയുടെയൊക്കെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാൻ ചിലയിടത്ത് 1 തവിയും ചിലപ്പോൾ 1.5 തവിയും 2 തവിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എണ്ണമൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഒരു സൈഡിലോട്ട് നമ്മുടെ ഈ ഒരു കൂട്ടിൽ നിന്ന് കുറച്ചങ്ങ് വെച്ച് കൊടുക്കുക. നിറയെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, ഞാനിപ്പോൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. പിന്നീട് 2 സൈഡും കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മുടെ മാവ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓരോന്നും ഇലയിലൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് തട്ടിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തണ്ട്, നമ്മുടെ ഇലയുടെ തണ്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഓരോന്ന് വെക്കാൻ നേരത്ത് ആ തണ്ടെടുത്ത് മുകളിലോട്ട് കയറ്റി വെച്ചാൽ മതി.
ഒരു 2-3 അടയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ തണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ, അടുത്തത് വേറെ തണ്ട് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം ആ അടയുടെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തണ്ട് വെച്ചിട്ട് നമ്മൾ അട വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉള്ളിൽ കുറച്ച് വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടച്ച് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. തീ അങ്ങ് ഓഫാക്കിയിടാം. ഇത് നന്നായിട്ട് തണുത്ത ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒന്നുമില്ലെങ്കിൽ ഇതിൽ തന്നെ അങ്ങിരുന്ന് തണുത്തോട്ടെ, അതല്ലെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ സൈഡൊക്കെ കണ്ടല്ലോ, ഞാനൊന്ന് തുറന്ന് കാണിക്കുകയാണ്. കണ്ടല്ലോ, നന്നായിട്ട് വന്നിട്ടില്ലേ, നല്ല കനം കുറഞ്ഞ്. നമ്മൾ ശരിക്കും മാവ് വാട്ടി കുഴച്ച് പരത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതിനേക്കാളും രുചിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ വാട്ടി കുഴച്ചെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.